ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി സംരക്ഷണം, വീടും പരിസരവും ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതൊക്കെ ഇന്ന് ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. വീട് ശുദ്ധീകരിക്കുക, വസ്ത്രം ശുദ്ധീകരിക്കുക, അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, ശുദ്ധമായ വെള്ളം കുടിക്കുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ 5 നേരം പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അവിടുന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യൽ അസിവാക്ക്, മിസ്വാക്ക് ചെയ്യലാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശുദ്ധി എന്ന് പറയുന്നത് അത്തഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ശുദ്ധി എന്ന് പറയുന്നത് അത്തഹൂറു, അത് ഈമാൻ്റെ ഭാഗമാണ്, പകുതിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കൊടുങ്കാറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം പലപ്പോഴും മനുഷ്യൻ്റെ തെറ്റായ രൂപത്തിലുള്ള ജീവിതക്രമവും ഏതെങ്കിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവാണ്. ഈ മാതാവിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന സമയത്ത് ഭൂമി തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ആ തിരിച്ചടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിൽ പ്രകൃതി ദുരന്തമുണ്ടായി, നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി. ഒരു വീട്ടിൽ തന്നെ ഒരു കുടുംബത്തിൽ 7 ആളുകൾ മരണപ്പെട്ടു, ഒരാൾ ബാക്കിയായി. വേറൊരു കുടുംബത്തിൽ 11 ആളുകൾ മരണപ്പെട്ടു, ഒരാൾ ബാക്കിയായി. ഒരു മകൻ സ്വന്തം ഉമ്മാനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്ലും മണ്ണും വന്ന് വീടിൻ്റെ മുകളിൽ വീണ് ആ ഉമ്മയും മകനും മരണപ്പെട്ടു പോയത്. അതുപോലെ തന്നെ എന്തെല്ലാം രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭൗമശാസ്ത്രജ്ഞന്മാർ, പ്രകൃതിയെപ്പറ്റി അറിയുന്ന ശാസ്ത്രജ്ഞന്മാർ എന്താണ് പറഞ്ഞത്? വയനാട്ടിലെ ആ ഭാഗത്തുള്ള മണ്ണിനത്ര ഉറപ്പുള്ള മണ്ണല്ല. അവർ മല വെട്ടിക്കൊണ്ട് അവിടെ ഉറപ്പില്ലാത്ത സ്ഥലത്ത് അശാസ്ത്രീയമായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് പാവപ്പെട്ട ആളുകൾ ഒരുപാട് മരണപ്പെടാൻ കാരണമായ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു ഭാഗം ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്ന രൂപത്തിലുള്ള, താങ്ങാൻ കഴിയാത്ത അശാസ്ത്രീയമായ കെട്ടിടങ്ങളും ഒരുപാട് അശാസ്ത്രീയമായ രൂപത്തിൽ പർവ്വതങ്ങൾ തകർത്തത് കൊണ്ടാണ്. ഈ പർവ്വതങ്ങൾ ഈ ഭൂമിൻ്റെ ആണിയാണ്. സഹ്യപർവ്വതമാണെങ്കിലും വിന്ധ്യാപർവ്വതമാണെങ്കിലും ഹിമാലയ പർവ്വതമാണെങ്കിലും ഈ പർവ്വതങ്ങളൊക്കെ ഭൂമിയുടെ ആണിയാണ്. ഈ ആണി തകർത്ത് കഴിഞ്ഞാൽ ഭൂമിക്ക് ഇളക്കം തട്ടാൻ തുടങ്ങും. ഭൂമി എന്ന് പറഞ്ഞത് ഒരു മാതാവാണ്. നിങ്ങൾ ഭൂമിയെ ബഹുമാനിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് നമ്മുടെ ഉമ്മയാണ്, ഭൂമി ഉമ്മയാണ്. അപ്പോൾ ആ ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം നൽകുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭൂമി മുളപ്പിക്കുന്ന കൃഷി, ഒരുപാട് കായ്ക്കനികൾ, ഇതൊക്കെ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നതാണ്. പശു ആണെങ്കിലും പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ പശുവിൻ്റെ പാല്, പശു ഭക്ഷണം കഴിക്കുന്നത് അത് പുല്ല് തിന്നിട്ട് അത് രക്തമായിട്ട് അത് പാലായിട്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ ഭൂമിയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂമിയെ ആദരിക്കണം, ഭൂമിയെ ബഹുമാനിക്കണം. പുഴയിൽ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പുഴ, തോടുകൾ, നല്ല നല്ല ശുദ്ധജലവുമായിട്ടുള്ള തോടുകൾ ഉണ്ടായിരുന്നു. അതിൽ ആളുകൾ കുടിച്ചിരുന്നു ആ വെള്ളം. ഇന്ന് തോട്ടിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത രൂപത്തിലായി. അതുപോലെ തന്നെ കുളങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ, മണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഏത് അഴുക്കിനെയും ശുദ്ധീകരിക്കുന്ന സാധനമാണ്. ഒരു അഴുക്കുള്ള സാധനങ്ങൾ ഭൂമിയിൽ ഒരു ഭാഗത്ത് കൊണ്ടിട്ടാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഭൂമി ആ മണ്ണിലേക്ക് ചേർത്തിട്ട് അതിനെ ശുദ്ധമാക്കും, അഴുക്കില്ലാതെയാക്കും. ഒരു മരം പൊട്ടി വീണ് കഴിഞ്ഞാൽ ആ മരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ മരത്തിനെ ഭൂമിയിലേക്ക് ചേർത്ത് മണ്ണാക്കി മാറ്റിക്കളയും. പക്ഷേ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിൽ വീണാലും നശിച്ചു പോകാത്ത ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, അത് കത്തിക്കുകയും അത് ദുരുപയോഗമായി ഭൂമിയിലിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഓസോൺ പാളികൾക്ക് വരെ വിള്ളലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജലവായു മലിനീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ ഇന്ത്യ കഴിഞ്ഞ ജനുവരിയിലും
വളരെയധികം വലിയ ചൂട് പിടിച്ചു നിന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹിമാലയത്തിലും അന്റാർട്ടിക്കിലെയും ഗ്രീൻലാൻഡിലെയൊക്കെ മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങിയതിൻ്റെ ഫലമായി കടലിലെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയെ നമ്മൾ ആദരിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ചിന്തകന്മാർ പറയണത് ഭൂമി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ അഴുക്കിനെ എല്ലാ അഴുക്കുകളെയും ഭൂമി ശുദ്ധീകരിക്കുന്നു. ഭൂമി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. ഭൂമി നമുക്ക് സുഗന്ധം നൽകുന്നു. അതാണ് മനോഹരമായ പൂക്കൾ. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങൾ തകർത്തു. ഒരുപാട് പർവ്വതങ്ങൾ തകർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പാടശേഖരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആറന്മുള ഭാഗത്ത് വല്ലന എന്ന് പറയുന്ന പ്രദേശത്ത് ആലപ്പുഴയിൽ SNDP സ്കൂളിൻ്റെ അടുത്ത് ഫ്ലോറപ്പ് എന്ന് പറയുന്ന ഒരു കീടനാശിനി തെളിച്ചതിൻ്റെ ഫലമായി അവിടെ SNDP സ്കൂളിലെ ഒരുപാട് കുട്ടികൾക്ക് രോഗങ്ങൾ ബാധിച്ചു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ്റെ ദുരന്തത്തിൻ്റെ ഫലമായിട്ട് എത്ര കുട്ടികളാണ് കയ്യിന് രോഗം വന്നവർ, കാലിന് രോഗം വന്നവർ, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവർ, തലച്ചോറിന് പഴുപ്പ് വന്നവർ, ഹൃദ്രോഗം ബാധിച്ചവർ, ഒരുപാട് രോഗങ്ങൾ അവർ അനുഭവിക്കാൻ കാരണം എന്താണ്? കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ കീടനാശിനി തെളിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടുപോയി. മനുഷ്യർ ചെയ്ത ദുഷ്ടപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ പ്രകൃതിയെ ഉപദ്രവിക്കരുത്. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് പ്രവർത്തനത്തിലും സമമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് ഈ എർത്ത് ഈസ് ഫിനിറ്റ്, ഈ ഭൂമിക്ക് പരിധിയുണ്ട്. ഈ വിനാശകരമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള കരുത്തിനും ഭൂമിക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് ഭൂമിയെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്നാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1500 നോബൽ സമ്മാനവും അല്ലാത്ത എല്ലാ അംഗീകാരവും കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ കേന്ദ്രീകൃതനായ മനുഷ്യന് പ്രകൃതിയുടെ കൂട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത്. പ്രകൃതിക്ക് ജീവനുണ്ട്, ജീവജാലങ്ങൾക്ക് ജീവനുണ്ട്, സസ്യങ്ങൾക്ക്. ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഈ വൃക്ഷങ്ങളെ നിങ്ങൾ വെട്ടിമുറിക്കാൻ പോകുമ്പോൾ ആ വൃക്ഷങ്ങൾ പേടിക്കുന്നുണ്ട്, അതിന് ജീവനുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജീവജാലങ്ങൾ, ഒരു ചെടിയാണെന്നുണ്ടെങ്കിലും ഒരു പുല്ലാണെങ്കിലും ആ പൂവാണെങ്കിലും അതിൻ്റെ പൂവിലും അതിൻ്റെ ഇതളിലും അതിൻ്റെ നാമ്പിലും എല്ലാത്തിനും ജീവനുണ്ട്. അതിനെ ഒരിക്കലും ഒരു സാധനത്തിന് നശിപ്പിക്കാൻ പാടില്ല. ഒരു ചക്ക നിങ്ങൾ കഴിച്ചു നോക്കൂ, അതിനെന്തോ ഒരു മധുരമാണ്. ഒരു മാങ്ങയ്ക്ക് എന്തോ ഒരു മധുരമാണ്. പല വർണ്ണങ്ങളുള്ള പൂക്കൾ, അതിനെന്തോ ഒരു സുഗന്ധമാണ്. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് വേണ്ടി വെച്ചതാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു തആല ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ദുഷ്ടപ്രവർത്തനത്തിൻ്റെ പല മനുഷ്യരുടെയും ദുഷ്ടപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള ഈ ദുരന്തങ്ങൾ. ഒരുപാട് പാവങ്ങളും നിരപരാധികളും സാധുക്കളും ചെറ്റക്കൂരയിൽ കഴിയുന്ന ആളുകൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ ഉപദ്രവം വർദ്ധിച്ചു വരുന്നത്? വന്യമൃഗങ്ങൾ താമസിക്കുന്ന കാടുകൾ മനുഷ്യൻ കയ്യേറി കാട് വെട്ടിത്തെളിച്ച് അവിടെ കുടിലുകൾ കെട്ടി ആനകൾ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആന വന്നിട്ട് ഒരു ജീപ്പ് മറിച്ചിട്ട്, ഈ ആനകളൊക്കെ അവർ കാടിൽ താമസിക്കുന്ന അത് മനുഷ്യൻ കയ്യേറിയത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള ഇടമാണ് ഈ ഭൂമി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയുടെ സമ്മേളനം ഹോങ്കോങ്ങിൽ നടന്നപ്പോൾ അവർ നടത്തിയ പ്രമേയം എന്താണ്? എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം ഈ ഭൂമിയിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളവർ കൊള്ള ചെയ്ത് അവരുടെ അധീനത്തിലാക്കി വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിന് ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരത്തിൽപ്പെട്ട ഒന്ന് സാമ്പത്തിക സൗഹാർദ്ദമാണ്. ഭൂമിയിൽ എല്ലാവർക്കും താമസിക്കാനുള്ള ഇടമാണിത്. ഇവിടെ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജന്തുക്കൾക്ക്, മറ്റു ജീവജാലങ്ങൾക്ക്, പക്ഷിപർവാദികൾക്ക്, വൃക്ഷലതാദികൾക്ക്, മറ്റു ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള ഇടമാണിത്. ഇത് മനുഷ്യന് മാത്രം അള്ളാഹു കൊടുത്ത സ്ഥലമല്ല. പക്ഷേ മനുഷ്യൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇതിവിടെ അപകടങ്ങൾ സംഭവിക്കാൻ കാരണം. ഒരിക്കലും വയനാട് ദുരന്തം ദൈവത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് നമ്മൾ പറയരുത്. അള്ളാഹു ഒരിക്കലും ആരെയും ശിക്ഷിച്ചിട്ടില്ല. മനുഷ്യൻ അവിടെ അശാസ്ത്രീയമായിട്ട് ഓരോന്ന് കെട്ടിപ്പൊക്കിയത് കൊണ്ടും അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. പുഴ എന്തുകൊണ്ടാണ് ഒന്നാം പ്രളയത്തിലും രണ്ടാം പ്രളയത്തിലുമൊക്കെ 19ലും 18ലും 19ലൊക്കെ പ്രളയം വന്നിട്ട് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി.
അങ്ങാടിക്കവലകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങി, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു പോയി, ഒരുപാട് വീടുകളിൽ വെള്ളം കയറി, ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോയി. 50 ആളുകളെ വയനാട്ടിൽ രക്ഷപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, അതും കഴിഞ്ഞ് വീണ്ടും ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴും അവനും ആ ഉരുൾപൊട്ടലിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുള്ള കരുണയാണ്. മത്സ്യത്തൊഴിലാളികളായ പാവങ്ങളായ സഹോദരന്മാർ അവരെ ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന മത്സ്യബന്ധന നൗകയുമായിട്ട് ഈ പ്രളയ പ്രദേശങ്ങളിലേക്ക് ചെന്നിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ പോലും അന്തിച്ചു നിൽക്കുമ്പോൾ ഈ പാവങ്ങളായ സഹോദരന്മാരെ ഉള്ളിലുള്ള കരുണ കൊണ്ടാണ് ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 4 ഭാഗത്തും പ്രളയം വന്ന്, വെള്ളപ്പൊക്കം വന്ന്, 18 വെള്ളപ്പൊക്കം വന്ന് എന്ത് ചെയ്യണ്ടു എന്നറിയാതെ വീടിൻ്റെ മുകളിൽ പകച്ചു നിൽക്കുന്ന പാവങ്ങളായ സഹോദരന്മാർ അവർ ചുറ്റിലും നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾ പോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. അവർ പൈസ അവരിൽ നിന്ന് കാശ് പോലും വാങ്ങാതെ നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്തത്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം അവരതിൽ ഇട്ടുകൊടുത്തത് കൊണ്ട് അള്ളാഹിൻ്റെ കാരുണ്യമാണ് അവിടെ വിജയിച്ചത്. മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് അള്ളാഹിൻ്റെ കാരുണ്യമാണ്. ചുരുക്കത്തിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുക. അള്ളാഹു താല കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ല ആഹാരം നിങ്ങൾ കഴിക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതുകൊണ്ട് നല്ല ആഹാരം, നല്ല വൃത്തി, നല്ല വെടുപ്പ്, മിസ്വാക്ക് ചെയ്യുക, കുളിക്കുക, ശുദ്ധമായി ജീവിക്കുക, അത് ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതുപോലെ തന്നെ ശരീരം ശുദ്ധമാക്കുക, അത്തർ പൂശുക, സുറുമ ഉപയോഗിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കുളിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ശരീരത്തിൽ നിന്ന് അഴുക്ക് പോകും. കൈ നല്ലോണം കഴുകുക. സോപ്പിട്ട് കൈ കഴുകിയാൽ ഒരുപാട് അണുക്കൾ പോകുമെന്നാണ് പറഞ്ഞത്. പഴയ കാലത്ത് സോപ്പൊന്നും ഇല്ലാത്ത കാലത്ത് എപ്പോഴും കൈ കഴുകി ഒതുവിൽ നടന്നീനെ മഹാന്മാരായ മുൻഗാമികൾ, അവർക്കൊക്കെ രോഗങ്ങൾ കുറവായിരുന്നു. ഭക്ഷണം വളരെ നിയന്ത്രിച്ചവർ കഴിച്ചിരുന്നു. അതുകൊണ്ട് മാരകമായ രോഗങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു താല നമ്മളെല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.